സുരേഷ് ഗോപി സാധാരണ സൂപ്പർ താരങ്ങളെ പോലെയല്ല. സാമൂഹ്യ പ്രതിബദ്ധത ഉള്ളിൽ ഉള്ളതുകൊണ്ട് തന്നെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഉറച്ച നിലപാടെടുത്തു കളയും. ആറന്മുള വിമാനത്താവളത്തിനെതിരെ സമരം ചെയ്യും. വിഴിഞ്ഞം തുറമുഖം വേണം എന്നാവശ്യപ്പെട്ട് സമരം ചെയ്യും. അതുകൊണ്ടൊക്കെ തന്നെ കെജ്രിവാളിനേക്കാൾ മുമ്പേ ആം ആദ്മി ആയതും സുരേഷ് ഗോപിയാണെന്ന് പറയേണ്ടി വരും. ചരിത്രത്തിലെ ആദ്യത്തെ ആം ആദ്മി. ഞങ്ങൾ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന കോൺസെപ്റ്റിന് എത്ര വയസ്സ് ഒന്ന് ഓടിച്ച് പറയാമോ? എത്ര വർഷം പുറകോട്ട് പോയാണ് നമ്മളിത് കേൾക്കാൻ തുടങ്ങിയത്? അണ്ണാ ഹസാരയുടെ തുടക്കം മുതൽ. ഞാനിത് എൻ്റെ സിനിമകളിൽ സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഈ നടനിലെ വ്യക്തിയുടെ ഒരു ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ ഇങ്ങനൊരു മുഖം ഈ വ്യക്തിക്കുണ്ട് എന്ന് മനസ്സിലാക്കിയ സിനിമയിലെ ഒരു പ്രധാന വിഭാഗം എഴുത്തുകാർ എൻ്റെ സിനിമ എന്തെഴുതി, ഞാൻ ഡോക്ടറായിട്ട് അഭിനയിച്ചാലും ശരി തന്നെ, ഒരു രാഷ്ട്രീയക്കാരൻ്റെ നേരെ ഒരു സാമൂഹിക വിഷയത്തെ സംബന്ധിച്ച് വിരൽ ചൂണ്ടി സംസാരിക്കേണ്ടി വരുന്നു. ഇതെത്ര നടന്മാർക്ക് ഈ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്? നമുക്ക് മലയാളത്തിൽ മഹാനടന്മാരുടെ എണ്ണത്തിന് ഒരു കുറവുമില്ല. അവരെയൊക്കെ ഞാൻ വളരെ ഉയരത്തിൽ വെച്ച് ആരാധിക്കുന്ന ആളുമാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇത് ജനങ്ങളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള സിനിമകൾ മാത്രമാണ് എനിക്കുണ്ടാകുന്നത്. അത് ഞാൻ ഡോക്ടറായാലും എഞ്ചിനീയർ ആയാലും തോട്ടിയായാലും. അപ്പോൾ അങ്ങനെ പല സിനിമകളിലൂടെ, ഒരുപക്ഷെ എൻ്റെ ചലച്ചിത്ര ജീവിത സഫരിയയിലൂടെ ഞാൻ സംസാരിച്ചത് മുഴുവൻ ആം ആദ്മിയാണ്. സോ ഐ എം വെരി മച്ച് ഓൾഡർ ദാൻ ആം ആദ്മി ആൻഡ് ഇറ്റ്സ് കോൺസെപ്റ്റ്സ്. പക്ഷെ അന്നും ഇതെല്ലാം പ്രാവർത്തികമാക്കിക്കൂടെ? അതിൻ്റെ പവർ എന്ന് പറയുന്നത് അനിവാര്യമല്ലേ എന്ന് ചോദിച്ചാൽ, ഞാൻ ഇന്ന് കെജ്രിവാളിനെയും അദ്ദേഹത്തിൻ്റെ ടീമിനെയും കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നിരന്തരമായ ഡാഗറിങ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഒരു ഇൻറ്റ്യൂഷനിൽ കണ്ടിരുന്നു. നമുക്കതിനെ മീറാൻ പറ്റണം. നമ്മളെപ്പോഴും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കേൾക്കുമ്പോഴേക്കും ഉടനെ നമ്മളെല്ലാവരെയും സംശയിക്കുന്നു. കുറച്ച് നമ്മൾ അമിതമായിട്ട്, നമ്മൾ എത്രയോ പേരെ ഈ 67 വർഷം സപ്പോർട്ട് ചെയ്തു അല്ലേ? നമ്മൾ ഘോരഘോരം ചില രാഷ്ട്രീയ മഹാന്മാരെ കുറിച്ച് പറയുന്നതെല്ലാം ആന മണ്ടത്തരമാണെന്ന് നമ്മൾ അറിയുന്നു ഇപ്പോൾ അല്ലേ? ഞാൻ ഇന്ത്യ ഭരിച്ചതിൽ ഞാൻ ആകെ ആദരിക്കുന്ന ഒരേ ഒരു വ്യക്തി, ജന നന്മയ്ക്ക് വേണ്ടി മാത്രം. ഒരുപാട് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടാകും. അത് ഈ പറഞ്ഞ കെജ്രിവാളിനെ പോലെ മാനേജ് ചെയ്യാൻ പറ്റിയില്ല കെജ്രിവാളിനെ. പക്ഷേ ആ മഹത് വ്യക്തി അത് മാനേജ് ചെയ്തിരുന്നു. ആ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടാകും. പക്ഷെ ആ വീഴ്ചകളിൽ പോലും ഒരു നന്മകൾ ഉണ്ടായിട്ടുണ്ട്. അടിയന്തരാവസ്ഥ അടക്കം അല്ലെ? അടിയന്തരാവസ്ഥയുടെ ഒരു ഉൾപ്പൊരുളാണ് ആം ആദ്മി കോൺസെപ്റ്റ്. അതിനകത്തും അഴിമതി, ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ അഴിമതി തുടച്ചു നീക്കപ്പെടണമെന്നാണ് കെജ്രിവാൾ പറഞ്ഞത്. അതാരാണ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തത്? ആദ്യം ആ വനിതയാണ്, ഉരുക്ക് വനിതയാണ് ഞാൻ രാഷ്ട്രീയത്തിൽ ആരാധിക്കുന്ന ഏക വിഗ്രഹം എന്ന് പറയുമ്പോൾ അതിനു മുമ്പുണ്ടായിട്ടുള്ളവരോടെല്ലാം പുച്ഛമാണെന്ന് കൂടി വേണമെങ്കിൽ ഒരു ഇടവരി നിങ്ങൾ വായിച്ചോ. ഒരു കാര്യവുമില്ല. നമ്മളാ പല മഹത്തരങ്ങളും പറഞ്ഞ് വെടികളാക്കി എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ഇല്ലെങ്കിൽ കാശ്മീർ പോലെയുള്ള പ്രശ്നങ്ങൾ എന്തുകൊണ്ട് ഉടലെടുത്തു? അതെന്നും നമ്മുടെ ഒരു ടാക്സ് പിരിച്ചെടുക്കുന്നതിൽ നിന്ന് 60% വെടിയുണ്ട പൊട്ടിച്ച് പരിശീലിപ്പിക്കാൻ വേണ്ടി ആ പണം ഉപയോഗിക്കേണ്ടി വരും. ഒരു ദിവസം ഏതാണ്ട് 40 ലക്ഷം രൂപയാണ് ഈ പറയുന്ന ബോഫോസ് ഗണ്ണിലൂടെയുള്ള അത് ഉപയോഗിക്കാനുള്ള ട്രെയിനിങ്ങിന് വേണ്ടി ഓരോ യൂണിറ്റും ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് ഒരു വട്ടക്കണക്കായിരിക്കാം, പക്ഷെ വട്ടുകണക്കല്ല. VS അച്യുതാനന്ദനാണ് തന്റെ ആം ആദ്മി നായകൻ എന്നുകൂടി സുരേഷ് ഗോപി പറയുന്നുണ്ട്. അഴിമതിയും ഭരണകൂട സഹായങ്ങളും കൊടികുത്തി വാഴുന്ന നാട്ടിൽ ഇത്തരം പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും ഉയർത്താൻ സുരേഷ് ഗോപിയെ പോലുള്ളവരും വേണ്ടേ എന്നാണ് യഥാർത്ഥ ആം ആദ്മികളുടെ ചോദ്യം. സോളാറും TPയും ചർച്ച ചെയ്യാനും നിയമത്തെയും നാട്ടുകാരെയും നോക്കുകുത്തികളാക്കാനും തന്നെ നേതാക്കൾക്ക് നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ സുരേഷ് ഗോപി? ഇന്നത്തെ ഡെമോക്രസി ഇവിടെ പൂർത്തിയാകുന്നു. നാളെ കാണും വരെ നന്ദി, നമസ്കാരം.